എസ് അനുസ്മരണം ഒഴിവാക്കി ദേശാഭിമാനി. ഓർമ്മക്കുറിപ്പുള്ള വാരാന്ത പതിപ്പ് അച്ചടിച്ച ശേഷമാണ് വിതരണം ഒഴിവാക്കിയത്. സാങ്കേതിക കാരണത്താൽ പ്രസിദ്ധീകരിച്ചില്ലെന്നാണ് ന്യായീകരണം നൽകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വി വിനീഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, ആ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഓർമ്മക്കുറിപ്പുകളുള്ള വാരാന്ത്യ പതിപ്പ് അത് അച്ചടിച്ചതിന് ശേഷം ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ അതങ്ങനെ സാങ്കേതിക കാരണങ്ങൾ അത്തരത്തിലുണ്ടാകുന്നത് എന്താണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ മനസ്സിലാക്കുന്നതാണെങ്കിൽ അതിൽ ഒരു നാടക നിരൂപണം അടക്കമുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വാരാന്ത്യ പതിപ്പ് ഒഴിവാക്കിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും VS-നെ CPM-ന് വേണ്ട എന്ന രീതിയിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന മനുഷ്യനെ ഇപ്പോൾ ദേശാഭിമാനി പൂർണ്ണമായും ഒഴിവാക്കുന്നു. വിനീഷ്, എന്താണ് VS-ന്റെ ഓർമ്മക്കുറിപ്പുകളുള്ള ആ വാരാന്ത്യ പതിപ്പ് അച്ചടിച്ചതിന് ശേഷം പുറത്തിറക്കാത്തതിനുള്ള കാരണം? വിനീഷ്, ോടുള്ള എതിർപ്പ് VS മരണപ്പെട്ട് 1 വർഷം പിന്നിടുമ്പോഴും നിലവിൽ CPM നേതാക്കളുടെ ഒരു തീരാത്ത പക CPM നേതാക്കൾക്ക് ഇപ്പോഴും VS-നോടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ ഈ വാരാന്ത്യ പതിപ്പ് അച്ചടിച്ചിറക്കാറുണ്ട്. ആ അച്ചടിച്ചിറക്കുന്ന വാരാന്ത്യ പതിപ്പാണ് നിലവിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ അച്ചടിച്ച് ഇറക്കുന്നില്ല എന്ന ഒരു കുറിപ്പ് പോലും ഇന്നത്തെ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ വിവരിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് VS-നോടുള്ള ഒടുങ്ങാത്ത പക, ആ പക തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ CPM നേതൃത്വം ഇപ്പോഴും വച്ചു പുലർത്തുന്നത്. പ്രത്യേകിച്ച് പിണറായി പക്ഷക്കാർ, നമുക്കറിയാം തുറന്ന പോരായിരുന്നു പിണറായിയും VS-ഉം തമ്മിൽ പാർട്ടി ഘടകത്തിനുള്ളിൽ. അത് പിന്നീട് പൊതുസമൂഹത്തിലടക്കം വലിയ ചർച്ചകളായി. VS ഗ്രൂപ്പ്, VS പക്ഷക്കാരെന്ന ഒരു പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ പാർട്ടി സംവിധാനം തന്നെ കേരളത്തിൽ ഉടലെടുക്കുന്നു. അങ്ങനെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഏറെ കോലിളക്കം സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയ ചരിത്രം CPM-നുള്ളിൽ തന്നെ സൃഷ്ടിച്ച നേതാവാണ് VS അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെ അത്തരം ഓർമ്മകൾ ഇനി പാർട്ടി പ്രവർത്തകർ ഓർത്തെടുക്കേണ്ടതില്ല എന്നതായിരിക്കും പിണറായി പക്ഷം ചിന്തിച്ചിരിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് VS-ന് വേണ്ടി VS-ന് ഓർമ്മക്കുറിപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഴുത്ത് അല്ലെങ്കിൽ ആ വാരാന്ത്യ പതിപ്പിലെ ഓർമ്മക്കുറിപ്പുകൾ എഴുത്തിന് പോലും CPM നേതൃത്വം ഭയപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ വാരാന്ത്യ പതിപ്പ്, ഇന്നിറങ്ങേണ്ട വാരാന്ത്യ പതിപ്പിൽ നിന്നും ഇത്തരം ഓർമ്മകൾ CPM-ന്റെ പ്രത്യേകിച്ച് VS-ന്റെ ഓർമ്മകളുള്ള വാരാന്ത്യ പതിപ്പിന്റെ ആ ഒരു ലേഖനം പോലും പുറത്തിറക്കാൻ CPM ഭയപ്പെടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.